കുറെ ആയില്ലേ ഒരു ലോങ് വ്ലോഗ് കണ്ടിട്ട്. യെസ്, ഒരു വലിയ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ലോങ് വ്ലോഗുമായിട്ട് വന്നിരിക്കുന്നത്. സോ വിത്തൗട്ട് ഡിലേസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ വെൽക്കം ടു ചാന്ദിനി സുരനാഥ് യൂട്യൂബ് ചാനൽ. ഇൻട്രോ ഒക്കെ കുറെ കാലമായിട്ട് എടുക്കാത്തതുകൊണ്ടേ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രിപ്പ്. ഓക്കെ ഫൈൻ. എന്താണ് ആ സന്തോഷം എന്ന് പറയാം, എൻ്റെ 2 സിസ്റ്റേഴ്സ് ഇസ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. നമ്മളുടെ വലിയ ചെറിയ ഫാമിലിയിലേക്ക് 2 ഫാമിലി കൂടി ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പം ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് വ്ലോഗ് നമ്മൾ എടുക്കുന്നത്. എൻ്റെ സിസ്റ്റർ കാവ്യ ആൻഡ് അനഘ 2 പേർക്കും ഒരു പ്രപ്പോസൽ വന്നു. അതിൻ്റെ കുറേ തിരക്കുകളായിരുന്നു. നമ്മളതിൻ്റെ അങ്ങോട്ടുള്ള ഓട്ടം ഇങ്ങോട്ടുള്ള ഓട്ടമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. യെസ്, ഫൈനലി നമ്മൾ പ്രപ്പോസലൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. 2 പേരുടെയും എൻഗേജ്മെന്റ് വരുന്നത് ഈ ഒക്ടോബർ ആൻഡ് നവംബർ സമയങ്ങളിലാണ്. കല്യാണം പിന്നീട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ വലിയൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് വ്ലോഗ് ഇപ്പോൾ എടുക്കുന്നത്. സോ അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ വഴിയേ കാണിക്കാം. ഫാമിലീസ്, സോ ആ 2 ഫാമിലീസിനെയും നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. സോ ഇതിൻ്റെ കുറച്ച് ഫൂട്ടേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിലേക്കൊക്കെ കടക്കാം. നിങ്ങൾക്ക് അതിൻ്റെ സന്തോഷം പയ്യൻ്റെ ഫാമിലീനെയും ഒക്കെ നിങ്ങൾക്ക് ബൈ ദ വേ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ സോ യാ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ അനിയത്തി കാവ്യയുടെ കഥാനായകൻ ആരാന്നറിയണ്ടേ? യെസ്, അക്ഷയ് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആണ്. സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. സൗദി സാബിക് പെട്രോ കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയിലെ പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഈ പ്രപ്പോസൽ വന്നപ്പോൾ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത്, അക്ഷയ് സൗദിയിലാണ്, അക്ഷയുടെ ഫാമിലി മൊത്തം പുറത്താണ്, എൻ്റെ അച്ഛൻ പുറത്താണ്. സോ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് പാർട്ട്. അങ്ങനെ നമ്മൾ അക്ഷയുടെ ഫാമിലിയെ പരിചയപ്പെടുന്നത്, അക്ഷയുടെ ഫാമിലി നമ്മളെയും പരിചയപ്പെടുന്നത് ഒരു ഗൂഗിൾ മീറ്റ് വഴിയാണ്. ഒരു ഗൂഗിൾ മീറ്റിലാണ് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത്. പിന്നീടാണ് നമുക്ക് നേരിട്ടുള്ള ഒഫീഷ്യൽ പെണ്ണ് കാണൽ എന്നുള്ളൊരു പരിപാടി നമ്മൾ വെക്കുന്നത്. അക്ഷയുടെ തിരക്ക് നമുക്ക് അറിയാമെങ്കിലും അക്ഷയ് തിരക്കുകൾക്കിടയിൽ നിന്നും 3 ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് വരികയും പെണ്ണ് കാണലിന് മാത്രമായിട്ട് വരികയും പെണ്ണ് കണ്ട് ഒഫീഷ്യലി പെണ്ണ് കണ്ട് പോവുക. അക്ഷയ് തിരിച്ചു പോയതിനു ശേഷം ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ട് ആണ് തീരുമാനിക്കുന്നതും പിന്നീട് നടന്നതെല്ലാം. അക്ഷയ് ഒഫീഷ്യലി പെണ്ണ് കാണാൻ വന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് വളരെ വേണ്ടപ്പെട്ടവർ മാത്രമായിട്ട് അക്ഷയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അക്ഷയുടെ വീടൊന്ന് കാണാൻ എന്നുള്ള രീതിയിൽ. അതിനുശേഷം അവിടുന്ന് കുറച്ച് പേര്, അക്ഷയുടെ ഫാമിലിയിലെ കുറച്ച് പേര്, വേണ്ടപ്പെട്ട ആളുകൾ, പെൺകുട്ടിയെ കാണണം എന്നുള്ളവർ വീണ്ടും നമ്മളുടെ വീട്ടിലേക്ക് വന്നു. ഈ ഒരു ചടങ്ങിലാണ് നമ്മൾ ബാക്കിയുള്ള ഡേറ്റുകളെല്ലാം തീരുമാനിക്കുന്നത്. ഏകദേശ ഡേറ്റുകളും കാര്യങ്ങളും, ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റുകളും ഓരോരുത്തരുടെ അവൈലബിലിറ്റി എല്ലാം നോക്കി ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇത്. ഒഫീഷ്യലി ഉറപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇത്. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സും അക്ഷയുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും വന്ന് വലിയൊരു പരിപാടി തന്നെയായിരുന്നു നമ്മളെ സംബന്ധിച്ചത്. ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒത്തുകൂടാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവുന്നത്. അതിൻ്റെ കൂടെ ഒരു വലിയൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഓരോരുത്തരായി നമ്മളുടെ ജില്ലയിൽ നിന്ന് അങ്ങനെ കൂടുമാറി പോവാണ് എന്നുള്ളതും. ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനെല്ലാം ഉള്ളൊരവസരം ഉണ്ടാവുന്നത്. പക്ഷെ ഇതിൻ്റെ വേറൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുമിച്ച് ജനിച്ച് വളർന്ന ആളുകൾ ഒരു ജില്ലയിൽ നിന്നും പല പല കൂടുകളിലേക്ക് കൂടുമാറേണ്ടി വരുന്നൊരവസ്ഥ, അത് അനിയത്തിമാരുള്ളവർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല പല സ്ഥലങ്ങളിൽ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട തന്നെയാണ്. പക്ഷെ അതെ, ഒരുപാട് വേദനയോടെ ആണെങ്കിലും അവരൊക്കെ ഏറ്റവും ഭംഗിയായി ഏറ്റവും മനോഹരമായി ജീവിക്കട്ടെ, ലൈഫിൽ എല്ലാ ഉയരങ്ങളിലും എത്തട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. 2026 ഏപ്രിൽ 25 അക്ഷയ് കാവ്യയെ ഒഫീഷ്യലി പെണ്ണ് കാണാൻ വരുന്നത്.
അതിനുശേഷം 24 മെയ് 2026 നമ്മൾ അക്ഷയുടെ വീട്ടിലേക്കുള്ള വീട് കാഴ്ച ഉറപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വീട് കാഴ്ച എന്നാണ് പറയുക. നിങ്ങളൊക്കെ അവിടെ എന്താണ് ഈ ഒരു ചടങ്ങിനെ പറയാന്ന് എനിക്കറിയില്ല. ചെക്കൻ്റെ വീട്ടിലേക്ക് കുറച്ചധികം ആൾക്കാർ, വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടി പോകുന്ന ഒരു ചടങ്ങ്. ഇതിനു മുമ്പ് നമ്മൾ വേണ്ടപ്പെട്ട വളരെ കുറച്ച് പേര് മാത്രം അക്ഷയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ബാക്കിയുള്ള എല്ലാവർക്കും അക്ഷയുടെ വീട് കാണാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങാണത്. വീട് കാഴ്ച എന്നാണ് പറയുക. അപ്പൊ അതെല്ലാം തീരുമാനിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അക്ഷയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സമയത്തൊന്നും അക്ഷയ്ക്ക് കൂടാൻ പറ്റിയിട്ടില്ല. അക്ഷയുടെ ജോലിയുടെ തിരക്കുകൾ കാരണം ലീവ് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടൊക്കെ അക്ഷയ്ക്ക് ഈ ഒരു ചടങ്ങുകളിലൊന്നും തന്നെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 24 മെയ് 2026 കാവ്യയുടെയും അക്ഷയുടെയും വീട് കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു 60-70 ഫാമിലി മെമ്പേഴ്സ് അക്ഷയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ വീട് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. അയ്യോ, ഞാൻ അക്ഷയുടെ ഫാമിലിയെ കുറിച്ച് പരിചയപ്പെടുത്തിയില്ല. അക്ഷയുടെ വീട് വരുന്നത് കോഴിക്കോട് ചേവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അക്ഷയുടെ ഫാമിലി എന്ന് പറയുന്നത്, അക്ഷയുടെ അച്ഛൻ സൗദിയിലാണ്. അദ്ദേഹം ഒരു ഇൻവെൻട്രി അനലിസ്റ്റ് ആണ്. അമ്മ ഹൗസ് വൈഫാണ്. അക്ഷയ്ക്ക് ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ മാരീഡാണ്. ഒരു കുഞ്ഞുണ്ട്. അവരെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷയുടെ അച്ഛനും ചേട്ടനും വൈഫും എല്ലാവരും ലീവ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻഗേജ്മെന്റിന് കുറച്ചൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതാണ് അക്ഷയുടെ അച്ഛനും അമ്മയും. അക്ഷയുടെ ഫാമിലിയിൽ എല്ലാവർക്കും ലീവ് റെഡിയായി വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ ലീവ് ആകെ കയ്യിൽ നിന്ന് പോയി. അച്ഛന് ലീവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന് ഈ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല. അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു നേരിട്ട് ഈ ചടങ്ങിലൊന്നും ഇല്ലാത്തതിൻ്റെ. ഓവർ ദ ഫോൺ അച്ഛൻ എല്ലാ ചടങ്ങിലും നിറഞ്ഞുണ്ടായിരുന്നെങ്കിൽ പോലും അച്ഛൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻഗേജ്മെൻ്റ് ആണ് വരുന്നത്. ഒക്ടോബറിലാണ് കാവ്യയുടെയും അക്ഷയുടെയും എൻഗേജ്മെൻറ്റ് നമ്മൾ ഒഫീഷ്യലി തീരുമാനിച്ചിരിക്കുന്നത്, എല്ലാവരുടെയും ലീവും എല്ലാം നോക്കിയിട്ട്. സോ ആ സമയത്ത് അച്ഛൻ ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും അടിപൊളിയാക്കും. ഇപ്പോഴേ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എൻഗേജ്മെൻറ്റിന് വേണ്ടി. എൻഗേജ്മെൻറ്റിൻ്റെ ഓരോ പ്രിപ്പറേഷൻസിനൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടഡ് പ്രിപ്പറേഷൻസ് എല്ലാം. സോ ഇതാണ് നമ്മളുടെ ഫാമിലി എന്ന് പറയുന്നത്. അച്ഛൻ ഇല്ലാത്ത ഒരു കുറവുണ്ട്, കാവ്യയുടെയും അക്ഷയുടെയും ഒരു കുറവുണ്ട്. സോ ഇതാണ് ആ ഒരു നിറഞ്ഞ ഫ്രെയിം എന്ന് പറയുന്നത്. അങ്ങനെ അതെ, ഫാമിലിയിലേക്ക് വേറൊരു ഫാമിലി കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതാണ് അടുത്ത കഥാനായിക, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകള്. ആളുടെ കല്യാണവും ഈ ഒരു സമയത്ത് തന്നെയാണ് ഒരു പ്രപ്പോസൽ വന്നു നിന്നുണ്ടായിരുന്നത്. 1 മാസം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. 25 ഏപ്രിലിന് പെണ്ണ് കാണുന്നു. മെയ് 1-ാം തീയതി നമ്മൾ അക്ഷയുടെ വീട്ടിൽ പോകുന്നു. അക്ഷയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. 24 മെയ്യിന് വീട് കാഴ്ച. ഈ ഒരു വളരെ വളരെ ചെറിയൊരു ടൈം സ്പാനിലാണ് ഇതെല്ലാം നടന്നത്. ബട്ട് ഇതൊരു വ്ളോഗാക്കി എടുക്കാൻ ഇത്രയും സമയമെടുത്തു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും പിന്നെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ വളരെ ഭംഗിയായി അവിടെ നിന്ന് എല്ലാ ചടങ്ങുകളോടെയും ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് തീരുമാനിക്കുക എന്നുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു. അങ്ങനെ അതാ നമ്മൾ അക്ഷയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത പ്രോഗ്രാമിനുള്ള ഓട്ടത്തിലാണ്. എനിക്ക് ഇവരെല്ലാവരും എൻ്റെ ഉള്ളിൽ വളരെ ചെറിയ കുട്ടികളാണ്. ഇവരൊക്കെ കല്യാണം കഴിക്കാനുള്ള ഒരു മെച്യൂരിറ്റി എത്തിയോന്ന് പോലും എനിക്ക് അറിയില്ല. കാവ്യയുടെ വീട് കാഴ്ചയുടെ സമയത്താണ് അനുവിനൊരു പ്രപ്പോസൽ വരുന്നത്. അങ്ങനെ ആ പ്രപ്പോസൽ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നതും അനുവിൻ്റെ ഒഫീഷ്യൽ പെണ്ണ് കാണലിലും അങ്ങോട്ടുള്ള വീട് കാണാൻ പോകുമ്പോഴും ഒന്നും എനിക്ക് ഉണ്ടാവാൻ പറ്റിയില്ല. ഈ പ്രോഗ്രാം എല്ലാം വളരെ ചെറിയൊരു ടൈം സ്പാനിലാണ് നടന്നത്. സോ ആ സമയത്ത് നമുക്ക് ലീവിൻ്റെ അവൈലബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അനുവിൻ്റെ ഒരു പ്രോഗ്രാം ഇത്രയും പെട്ടെന്ന് വരുന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ലീവിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാനോ പയ്യനെ കാണാനോ ഉള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ പ്രോഗ്രാം വീട് കാഴ്ചയ്ക്ക് പോകുമ്പോഴാണ് ഞാൻ അനുവിൻ്റെ പയ്യനെ കാണുന്നത്. അങ്ങനെ അനുവിൻ്റെ കഥാനായകൻ ആരാന്ന് കാണണ്ടേ?
ദേ ഇവനാണ് പയ്യൻ. അനുവിന്റെയും സുമന്റെയും പെണ്ണ് കാണലും ഓൺലൈൻ വഴി തന്നെയായിരുന്നു. പിന്നീട് നമുക്ക് നേരിട്ട് കാണണം എന്നുള്ള നിർബന്ധം കാരണം സുമൻ ലീവ് എടുത്ത് നാട്ടിൽ വരികയും ആ ഒരു ടൈം സ്പാനിൽ വളരെ ഒരാഴ്ചയുടെ ഗ്യാപ്പിലാണ് ഈ ഒരു പരിപാടിയെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തത്. ഇനി ഞാൻ സുമന്റെ ഫാമിലിയെ പരിചയപ്പെടുത്തി തരാം. സുമന്റെ വീട് എന്ന് പറയുന്നത് എടപ്പാൾ അയങ്കലം എന്ന് പറയുന്ന സ്ഥലത്താണ്. സുമന്റെ ഫാമിലിയിൽ സുമൻ സുമനൊരു ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അച്ഛനമ്മ. ഇതാണ് സുമന്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. മോർ ദാൻ ദാറ്റ് നമുക്ക് ഈ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് വളരെ അടുത്തൊരു ബന്ധം കൂടിയാണ്. ഇവിടെയും മുതിർന്നവരെല്ലാം ഇരുന്ന് ബാക്കിയുള്ള പ്രോഗ്രാമിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം തീരുമാനിച്ചു. അനുവിൻ്റെ എൻഗേജ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നവംബറിലേക്കാണ്. കാവ്യയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ചയുടെ ഗ്യാപ്പിലാണ് അനുവിൻ്റെ എൻഗേജ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡേറ്റും കാര്യങ്ങളെല്ലാം കണ്ടിരിക്കുന്നത്, അവരുടെ ലീവും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ നമ്മളുടെ കുഞ്ഞു വലിയ ഫാമിലിയിലേക്ക് 2 ഫാമിലി കൂടി ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങളോടൊന്ന് കവർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ എൻഗേജ്മെന്റ് വീഡിയോസ് ആയിട്ട് വരാം. ടിൽ ദെൻ